സിവിൽ, മെക്കാനിക്കൽ, കെമിക്കൽ കഴിഞ്ഞുള്ള ബിടെക് ഉദ്യോഗാർത്ഥികൾക്കായിട്ട് കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി അത് കൃത്യമായി തന്നെ ഒരു പഠനമാണ് നമുക്ക് മുന്നിലേക്ക് വേണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ നടന്നിട്ടുള്ള എക്സാമിൽ ടോട്ടൽ 100 മാർക്കിൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടായിരുന്നു സിലബസ് വന്നിട്ടുണ്ടായിരുന്നത്. 25 മാർക്കിന്റെ വെയിറ്റേജിൽ കെമിക്കൽ എഞ്ചിനീയറിംഗും 25 മാർക്കിന്റെ വെയിറ്റേജിൽ മെക്കാനിക്കലും 25 മാർക്കിൽ സിവിൽ എഞ്ചിനീയറിംഗും അതുകൂടാതെ ബാക്കി വരുന്ന 25-ൽ ജോബ് റിലേറ്റഡ് ടോപ്പിക്കുമായിട്ടായിരുന്നു നമ്മൾ സിലബസ് ഉണ്ടായിരുന്നത്. ഈ സിലബസ് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് നിങ്ങൾക്ക് എത്താൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. അപ്പം വളരെ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ ജോബ് റിലേറ്റഡ് ടോപ്പിക്കും മെക്കാനിക്കലും കൂടെ അടങ്ങിയിട്ടുള്ള ഒരു ബാച്ച് സൈലന്റ് ടെക്നിക്കൽ നമുക്ക് ഈ വരാൻ വേണ്ടി പോകുന്ന ഫെബ്രുവരി 10-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക കെമിക്കൽ എഞ്ചിനീയറിംഗിൻ്റെയും അതുപോലെ തന്നെ ജോബ് റിലേറ്റഡ് ടോപ്പിക്കിൻ്റെയും റെക്കോർഡർ ആയിട്ടുള്ള സെഷൻസ് ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ എല്ലാ സെഷൻസും കൃത്യമായി നിങ്ങൾക്ക് ലൈവ് ആയിട്ടായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതിലെ കെമിക്കൽ എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ ജോബ് റിലേറ്റഡ് ടോപ്പിക്കിലും നമുക്ക് ലൈവ് പ്ലസ് ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ കൃത്യമായി തന്നെ ഒരു പഠനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന തസ്തിക നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ സാധ്യമാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു ബാച്ചിന് നമുക്ക് ഫീസായി വരുന്നത് വെറും 4,999 രൂപ മാത്രമാണ്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.